അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാഴക്കൂമ്പ് തോരനാണ്. ഈ വാഴക്കൂമ്പിൻ്റെ മുകളിൽ 2 സ്കിന്ന് മാത്രമേ ഞാൻ റിമൂവ് ചെയ്തെടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്നും തന്നെ വേസ്റ്റ് ആയിട്ട് കളയുവാനില്ല ഇതിൽ. അപ്പോൾ നമ്മളിത് നല്ല പോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കറ കളയാനായിട്ട് അരമണിക്കൂറൊന്ന് വെള്ളത്തിലിട്ട് വെച്ച് നന്നായി കഴുകിയെടുത്തതാണ്. ഇതുപോലെ നമുക്ക് റോബസ്റ്റിൻ്റെ വാഴക്കൂമ്പ് എടുക്കാം. ഒരിക്കലും കയ്പ്പാണെന്ന് പറഞ്ഞ് അതിനെ ഒഴിവാക്കി കളയരുത്. അതിൻ്റെ കയ്പ്പ് കളയുവാൻ ഒരു മെത്തേഡുണ്ട്. അരമണിക്കൂർ നല്ലപോലെ വെള്ളത്തിലിട്ട് വെച്ച് കഴുകിയെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ കയ്പ്പൊക്കെ പോയിക്കോളും. ഒരു പച്ചമുളക്, വെളുത്തുള്ളി, വറ്റൽമുളക് ഇവ നല്ലപോലെ ചതച്ചെടുത്തത്, സവാളയോ ചെറിയുള്ളിയോ അരിഞ്ഞത്, കറിവേപ്പില. അപ്പോൾ നമ്മുടെ എണ്ണയുടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകും വറ്റൽമുളകും ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. വേപ്പില കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വാഴക്കൂമ്പ് അരിഞ്ഞു വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കുക. ഇത് കുക്ക് ചെയ്യാൻ ഒരുപാട് ടൈമൊന്നും വേണ്ട. 5 മിനിറ്റ് മതി. അപ്പോൾ വെള്ളമൊന്നും ആഡ് ചെയ്യാതെ തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കുക. ലിഡ് വെച്ചൊന്ന് മൂടിയിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വാഴക്കൂമ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആൻഡ് ദിസ് ഈസ് ബൈ സജ്ന സൈനിങ് ഓഫ്.